ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2160. ഇന്ന് നവംബർ മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 333-ാമത്തെ ദിവസത്തിലെത്തി. ദൈവത്തിൻ്റെ ആദ്യ ചോദ്യമില്ലേ മാനവ ജനതയോട്, ഭൂമിയോട്, പ്രപഞ്ചത്തോട്? നീ എവിടെയാണ്? നമ്മളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആദ്യ പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആദമേ, നീ എവിടെയാണ്? ആദത്തെ വിളിച്ച് ഉണർത്തുകയാണ്, ഉയർത്തുകയാണ്. മടങ്ങി വരാനായിട്ടുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് സത്യത്തിൽ അത്. അവിടം തൊട്ടുള്ള ദൈവത്തിൻ്റെ ക്ഷണം ഇങ്ങേയറ്റം വരും. ആ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നിടം വഴി മുഴങ്ങുന്നുണ്ട്: നീ മടങ്ങി വരിക. മടങ്ങി വരാനുള്ള കഴിവ് അത്ര നിസ്സാരമല്ല. കർമ്മങ്ങളുടെ ഒരു നവീകരണ ശേഷിയുണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരാൾക്കും മടങ്ങി വരാനായിട്ടാവുക. ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്: എല്ലാം ശരിയായി ചെയ്യുന്ന ആരുമുണ്ടാവില്ല. എല്ലാം ശരിയായി ചെയ്യുന്ന ഈ നിഷ്കാമകർമ്മത്തിന്റെ പാതയിലെത്തണമെങ്കിൽ എന്തുമാത്രം തിരുത്തലുകൾ ആവശ്യമാണ്. തിരുത്തലുകൾ മാത്രമല്ല, തിരിച്ചുവരവുകളും ആവശ്യമാണ്. തിരുത്തലുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നല്ല, ആരിൽ നിന്നാണ് വരുന്നതെന്നല്ല, അതിനകത്ത് കഴമ്പുണ്ടോന്ന, കാര്യമുണ്ടോന്ന. അത് മിത്രത്തിന്റെ ഭാഗത്തു നിന്നായാലും ശത്രുവിന്റെ പക്ഷത്തു നിന്നായാലും തിരുത്തലുകൾ വന്നാൽ അതിനകത്ത് കാമ്പും കഴമ്പും ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വീകരിച്ചേ മതിയാവും. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മടങ്ങി വരണം. എല്ലാ യാത്രക്കിടയിലും തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ ലഭിക്കുന്നുണ്ട്. എത്ര അനുഭവ സമ്പത്തുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും അവകാശപ്പെടുമ്പോഴും അഭിമാനിക്കുമ്പോഴും ഇനിയും പുതുതായി എന്തൊക്കെ പഠിക്കാനായിട്ട്, പരിശീലിക്കാനായിട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്തരം അനുഭവങ്ങൾക്ക്, അറിവുകൾക്കൊക്കെ ജീവിതത്തിലേക്ക് ഒരു പ്രവേശനം അനുവദിക്കുക എന്നതും എത്രയോ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിർദ്ദേശങ്ങളെല്ലാം തഴഞ്ഞ് തൻ്റെ തീരുമാനങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർക്ക് ആരെയും അംഗീകരിക്കാനാവില്ല. സ്വന്തം തീരുമാനങ്ങളെ എപ്പോഴെങ്കിലും തിരുത്താനുമാവില്ല. അതുകൊണ്ട് തന്നെ എന്തുമാത്രം വിനാശകരമായ അനന്തര ഫലങ്ങളാവും അങ്ങനെയുള്ളവർ നേരിടേണ്ടി വരിക. വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ ആ മുഴക്കമുള്ള ശബ്ദം കേൾക്കുക, മടങ്ങി വരിക. അതിനൊരു തിരിച്ചറിവ് ആവശ്യമാണ്. അത് നമുക്ക് കണ്ടെത്തി അത് സ്വരൂപിച്ചേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.